എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ 3 മലയാള സിനിമകളാണല്ലോ ബാറോസ്, മാർക്കോ, അതുപോലെ തന്നെ റൈഫിൾ ക്ലബ്ബ്. ഈ 3 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഡിസംബർ മാസം 20 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഉണ്ണിമൂന്തൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഹെവി വയലൻസ് സിനിമ കൂടിയാണല്ലോ മാർക്കോ. ഹനീഫ് അദീനയുടെ സംവിധാനത്തിൽ ഉണ്ണിമൂന്തനെ നായകനാക്കി ഡിസംബർ മാസം 20 ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മാർക്കോ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇത് നിലവിൽ 9 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരും. ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,80,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 9 ദിവസങ്ങളുടെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 32 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അതായത് ഹിന്ദി പതിപ്പിലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 9 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 9 ദിവസങ്ങൾ കൊണ്ട് 1 കോടിയിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം 8 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 57 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 9 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3.5 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 60,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. 30 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. ചിത്രം എത്രയും പെട്ടെന്ന് തന്നെ 100 കോടി ക്ലബിൽ കയറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സിനിമ ഡിസംബർ മാസം 25 ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ 3D പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബാറോസ്. ആദ്യ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 4ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 7 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 12 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയും ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഡിസംബർ മാസം 19 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളത്തിലെ സിനിമയാണല്ലോ റൈഫിൾ ക്ലബ്ബ്. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 10 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 10ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 17 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 10ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിയോളം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 19 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.